പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന പേരിൽ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ബി.ജെ.പി. നേതാവ് എൻ രാധാകൃഷ്ണൻ ചെയർമാനായ സൊസൈറ്റിക്ക് മുന്നിൽ പണം തിരികെ വാങ്ങാൻ ആളുകളെത്തി. പണം നൽകി ഒരു വർഷം കഴിഞ്ഞിട്ടും ഇരുചക്ര വാഹനം ലഭിക്കാത്തവരാണ് എത്തിയത്. ആവശ്യക്കാർ ചെക്ക് തിരികെ നൽകുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് ചേരുന്നു. ഉമേഷ്, എൻ രാധാകൃഷ്ണന് അവിടെ സ്ഥിരം സന്ദർശകനായിരുന്നു ഈ തട്ടിപ്പ് നടന്ന അനന്തുവിൻ്റെ അശോകയിലെ ഫ്ളാറ്റിൽ എന്നൊക്കെ വിവരങ്ങൾ ഇന്നലെ നമ്മൾ കൈരളി ന്യൂസ് നൽകിയതാണ്. ഇന്നിപ്പോൾ രാധാകൃഷ്ണൻ്റെ സൊസൈറ്റിയുടെ മുന്നിലാണോ ആൾക്കൂട്ടം? എന്തൊക്കെയാണ് വിവരങ്ങൾ അവിടെ നിന്നുള്ള? അതെ അജിംഷാദ്, ഈ വിവരങ്ങളൊക്കെ, ഈ തട്ടിപ്പ് വിവരങ്ങളൊക്കെ പുറത്തു വന്നതിന് പിന്നാലെയാണ് നിരവധി പേർ എൻ രാധാകൃഷ്ണൻ ചെയർമാനായ സൊസൈറ്റിക്ക് മുൻപിൽ തടിച്ചുകൂടിയത്. എടപ്പള്ളി മരോട്ടിച്ചുവടിലുള്ള സൈൻ എന്ന് പറയുന്ന സൊസൈറ്റി, ഇതിൻ്റെ ചെയർമാനാണ് എൻ രാധാകൃഷ്ണൻ. ഈ ഓഫീസിലാണ് നിരവധി പേർ, സ്ത്രീകളടക്കം നിരവധി പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പലരുടെ നിന്നും ഇത്തരത്തിൽ പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാം എന്ന് പറഞ്ഞ് നിരവധി പേരിൽ നിന്ന് പണം വാങ്ങിയിരുന്നു. ഇത് ഒരു വർഷത്തിനുള്ളിൽ നൽകാം എന്ന്, ഒരു മാസത്തിനുള്ളിലൊക്കെ നൽകാം, അല്ലെങ്കിൽ 100 ദിവസത്തിനുള്ളിൽ നൽകാം എന്ന് പറഞ്ഞൊക്കെയാണ് പലരിൽ നിന്നും പണം വാങ്ങിയത്. എന്നാൽ അങ്ങനെ പണം വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു വർഷം ആകാറാകുന്നു. അങ്ങനെയുള്ള പലരുമാണ് അവിടേക്ക് എത്തിയത്. മാസങ്ങൾ കഴിഞ്ഞിട്ടും ഏതാണ്ട് ഒരു വർഷം ആകാറായിട്ടും സ്കൂട്ടറുമില്ല, പണവുമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് അവിടെയുള്ളവർ ഈ എൻ രാധാകൃഷ്ണൻ ചെയർമാനായ ഓഫീസിലേക്ക് എത്തുന്നത്. ഈ ഘട്ടത്തിൽ പലർക്കും പണം തിരികെ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സൊസൈറ്റി അധികൃതർ പറയുന്നത്. പലരും ചെക്ക് വാങ്ങി അവിടെ നിന്ന് മടങ്ങുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു. മറ്റു ചിലർ അവരോട് കാത്തിരിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. പലരും പണം വാങ്ങാതെ, ചെക്ക് കൈപ്പറ്റാതെയും പോകുന്നുണ്ട്. ചിലർ ഉടൻ തന്നെ സ്കൂട്ടർ ലഭിക്കും എന്ന പ്രതീക്ഷയിൽ മടങ്ങുന്നവരുമൊക്കെ ഉണ്ട്. ഏതായാലും വലിയ ആശങ്ക ആളുകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അജിംഷാദ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസമാണ് ഈ അനന്തു കൃഷ്ണൻ എന്ന് പറയുന്ന ഈ തട്ടിപ്പ്, അതിൻ്റെ പ്രധാന സൂത്രധാരനായ അനന്തു കൃഷ്ണനെ അറസ്റ്റ് ചെയ്തത്. കോടികളുടെ തട്ടിപ്പാണ്. അയാൾ പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാം എന്ന് പറഞ്ഞ് പലരിൽ നിന്നായി പണം വാങ്ങി തട്ടിപ്പ് നടത്തിയത്. ഇയാളുടെ ഹൈക്കോടതി ജംഗ്ഷനുള്ള അശോക ഫ്ലാറ്റ്, അവിടെ കേന്ദ്രീകരിച്ചായിരുന്നു ഇതിൻ്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. ഇവിടുത്തെ ഒരു സ്ഥിരം സന്ദർശകനായിരുന്നു ബി.ജെ.പി. നേതാവായ എൻ രാധാകൃഷ്ണൻ എന്ന് ആ ഫ്ലാറ്റിലെ തന്നെ സെക്യൂരിറ്റി സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം നമ്മൾ നൽകിയതാണ്. എൻ രാധാകൃഷ്ണൻ ഇടയ്ക്കിടെ ഇവിടെ വരാറുണ്ട്, അനന്തകൃഷ്ണൻ്റെ ആ ഫ്ലാറ്റിലേക്കാണ് വരാറുള്ളത് എന്നൊക്കെ ആ സെക്യൂരിറ്റി പറഞ്ഞതാണ്. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ആളുകൾക്ക് വലിയ ആശങ്ക ഇക്കാര്യത്തിലുണ്ടായി. കാരണം അനന്തകൃഷ്ണൻ്റെ പേരിൽ നടന്ന തട്ടിപ്പ്, അത് സംബന്ധിച്ച വാർത്തകൾ നിറയുകയാണ്. അയാൾക്കെതിരെ പരാതി പ്രവാഹം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാവുകയാണ്. ഈ സാഹചര്യത്തിലാണ് അനന്തകൃഷ്ണൻ്റെ ഫ്ലാറ്റിലെ ഒരു സന്ദർശകനായ എൻ രാധാകൃഷ്ണൻ, അദ്ദേഹം ചെയർമാനായിരിക്കുന്ന സൈൻ എന്ന് പറയുന്ന ആ സൊസൈറ്റി വഴി ഇത്തരത്തിൽ സ്കൂട്ടർ നൽകുന്ന അത്തരം വാഗ്ദാനം ഉണ്ടായിരുന്നു. പലർക്കും സ്കൂട്ടർ ഇതിനകം നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അധികൃതർ അവകാശപ്പെടുന്നത്. പക്ഷേ ഇനിയും കിട്ടാത്തവരായി ഏതാണ്ട് 800ഓളം പേർ ഉണ്ട് എന്നുള്ളതാണ് അവിടെ എത്തിയ പലരും പറഞ്ഞത്. 100 ദിവസത്തിനുള്ളിൽ ഒക്കെ സ്കൂട്ടർ ലഭിക്കുമെന്ന് പറഞ്ഞ് പലരും ഒരു വർഷം ആകാറായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അവർ അവരുടെ ആശങ്കയെ തുടർന്ന് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പലർക്കും അവിടെ നിന്ന് ചെക്ക് വാങ്ങിയാണ് അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പലരും രൂക്ഷമായ ഭാഷയിലൊക്കെ പ്രതികരിക്കുകയുണ്ടായി. ഇതിനിടയിൽ അവിടെ ഈ ചെക്ക് വാങ്ങാനെത്തിയ ഒരു ആൾ പ്രതികരിച്ചത്, ഈ മാധ്യമങ്ങളോട് സംസാരിച്ചാൽ ഒരുപക്ഷെ പണം ലഭിക്കില്ല എന്നൊക്കെ സൊസൈറ്റി അധികൃതർ അവരെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പലരുടെയും പ്രതികരണം ഉണ്ടായിരുന്നു. ഏതായാലും വന്നവരുടെ കൂട്ടത്തിൽ ഉമേഷ്, ഇത് വലിയ ആഴങ്ങളുള്ള തട്ടിപ്പാണ്. കാരണം നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ നിരവധി പേരെ കയ്യിൽ നിന്ന് 100 പേര് അല്ലെങ്കിൽ 1000 പേർ, അങ്ങനെ ഓരോ ജില്ലകളിൽ നിന്നും നിരവധി പേരെ കയ്യിൽ നിന്ന് പണം വാങ്ങുക, പകുതി പൈസയ്ക്ക് സ്കൂട്ടർ നൽകാം, അതിനുശേഷം ബാക്കിയുള്ളവ CSR ഫണ്ടിൽ നിന്ന്, കോർപ്പറേറ്റുകൾ നൽകുന്ന CSR ഫണ്ടിലാണ് അത് വകയിരുത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആയിരക്കണക്കിന് ആൾക്കാരെ കയ്യിൽ നിന്ന് പണം വാങ്ങുക, എന്നിട്ട് കുറച്ച് പേർക്ക് മാത്രം അത് കൊടുക്കുക. അവർ കൂടുതൽ പേരോട് പറയുമ്പോൾ കൂടുതൽ തട്ടിപ്പിൻ്റെ വ്യാപ്തി വർദ്ധിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലമാണ് നടന്നത്. കേരളത്തിലാകമാനമുണ്ട്. ഇടുക്കിയിലെയും കൊച്ചിയിലെയും ഒക്കെ വിവരങ്ങൾ കൈരളി ന്യൂസ് നൽകിയതാണ്. ഇതിനെ തുടർന്ന് ഇപ്പോൾ തിരുവനന്തപുരത്തും തട്ടിപ്പ് നടക്കുന്നു. തിരുവനന്തപുരത്ത് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര സഹമന്ത്രിയായിരുന്ന വി മുരളീധരനാണ്, ബി.ജെ.പി. നേതാവ്. ഇവിടെ എൻ രാധാകൃഷ്ണൻ എന്ന ബി.ജെ.പി. നേതാവാണ്. ലാലി വിൻസെൻ്റ് എന്ന കോൺഗ്രസ് നേതാവ് ഇതിൽ പ്രതിയാണ്, കണ്ണൂരിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട്. ഇത്യാദി കാര്യങ്ങളാണ് വരുന്നത്. മാത്രമല്ല, ഇതിൻ്റെ ആഴങ്ങൾ കൂടുതൽ ഈ രാഷ്ട്രീയ ബന്ധങ്ങളോടുകൂടിയാണ്. കോൺഗ്രസിൻ്റെയും ബി.ജെ.പിയുടെയും നേതാക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങളോടുകൂടിയാണ് ഈ തട്ടിപ്പ് വികസിച്ചത്. ഇന്നിപ്പോൾ എൻ രാധാകൃഷ്ണൻ്റെ പേരിൽ ചേർന്ന ഈ സൊസൈറ്റിയിൽ ആണ് ഇപ്പോൾ ആൾക്കാർ കൂടി നിൽക്കുന്നത്. ഈ അനന്തു ഈ സൊസൈറ്റിയുടെ ഭാഗമായിരുന്നോ, റിമാൻഡിൽ കഴിയുന്ന?
അങ്ങനെയാണ് പറയുന്നത്. അനന്തു ഇത്തരത്തിൽ വിവിധ സൊസൈറ്റികൾ വഴിയാണ് ഈ തട്ടിപ്പ് നടത്തിയിരുന്നത്. സൊസൈറ്റികൾ വഴിയാണ് പണം പിരിക്കുകയും അത് തിരികെ നൽകാതിരിക്കുകയും സ്കൂട്ടർ നൽകാതിരിക്കുകയും ഒക്കെ ചെയ്ത് കബളിപ്പിച്ചത് ഇത്തരം സൊസൈറ്റികൾ വഴിയാണ്. അതിൽ എൻ രാധാകൃഷ്ണൻ്റെ നേതൃത്വം നൽകുന്ന ഈ സൊസൈറ്റിയും വഴിയും അത്തരത്തിലുള്ള പിരിവ് നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, നേരത്തെ തന്നെ നമ്മൾ കേട്ടതാണല്ലോ, എൻ രാധാകൃഷ്ണൻ ഈ അനന്തുവിൻ്റെ ഫ്ലാറ്റിലേക്കൊക്കെ പോകാറുണ്ടായിരുന്നു എന്നുള്ളത് നേരിട്ട് കണ്ടവരുമുണ്ട്. അപ്പോൾ ഈ സൊസൈറ്റി വഴിയും സ്ഥിരം സന്ദർശകനായിരുന്നു. കൊച്ചിയിലെ അശോക ഫ്ലാറ്റിൽ ഈ തട്ടിപ്പുകാരനായ അനന്തു കൃഷ്ണൻ താമസിച്ചിരുന്ന, ഓഫീസായി പ്രവർത്തിച്ചിരുന്ന ആ ഫ്ലാറ്റിൽ സ്ഥിരം സന്ദർശകനായിരുന്നു എന്ന് ആ ഫ്ലാറ്റിന്റെ സെക്യൂരിറ്റി സ്റ്റാഫ് തന്നെയാണ് കൈരളി ന്യൂസിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഉമേഷ്, അതെ, അതുകൊണ്ടാണ് ആളുകൾക്ക് ഇന്നിത്ര വലിയ ആശങ്ക വരികയും എൻ രാധാകൃഷ്ണൻ നേതൃത്വം നൽകുന്ന ആ സൊസൈറ്റി ഓഫീസിലേക്ക് ആളുകൾ കുതിച്ചെത്തിയതും ആ പശ്ചാത്തലത്തിൽ തന്നെയാണ്. വന്നവരിലേറെയും സ്ത്രീകളാണ്. അവരിൽ പലരും പ്രതികരിച്ച കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ചിലർ പറഞ്ഞത് എൻ രാധാകൃഷ്ണൻ്റെയൊക്കെ ഫോട്ടോ കണ്ടിരുന്നു. ആ സാഹചര്യത്തിൽ ഇത് വലിയ പ്രശ്നമുണ്ടാകില്ല, പണം നൽകിയാൽ സ്കൂട്ടർ ലഭിക്കും എന്ന് കരുതിയൊക്കെയാണ് പലരും പണം നിക്ഷേപിച്ചത്. എൻ രാധാകൃഷ്ണൻ അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനാണ്, BJP-യുടെ സംസ്ഥാന നേതാവാണ്. അതൊക്കെ വിശ്വസിച്ച് പണം നൽകിയവരുണ്ട്. പക്ഷേ അങ്ങനെ നൽകിയവരുടെ കൂട്ടത്തിൽ ഏതാണ്ട് ഇനിയും 700ഓളം പേർക്ക് ഈ സ്കൂട്ടർ ലഭിച്ചിട്ടില്ല, പണവും ലഭിച്ചിട്ടില്ല. ഏതാണ്ട് 1 വർഷം ആകാൻ പോകുന്നു. അതുതന്നെയാണ് അവരെ വലിയ ആശങ്കയിലാക്കിയ കാര്യവും അതുതന്നെയാണ്. ശരി ഉമേഷ്, എൻ രാധാകൃഷ്ണൻ എന്ന BJP നേതാവ് ചെയർമാനായ സൊസൈറ്റി വഴി നടന്നിട്ടുള്ള തട്ടിപ്പ് ഇപ്പോഴിതാ ജനങ്ങൾ ആ സൊസൈറ്റിയുടെ ഓഫീസിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ വിവരങ്ങൾ കൂടിയാണ് എത്തുന്നത്. ആട്, മാഞ്ചിയം, തേക്ക്, അതിനെ തുടർന്ന് ഉള്ള പല തട്ടിപ്പുകളും നാം കേരളീയർ കേട്ടിട്ടുണ്ട്. ഇപ്പോഴിതാ ഇരുചക്ര വാഹനങ്ങൾ പകുതി വിലയ്ക്ക് നൽകാമെന്ന തട്ടിപ്പാണ്. ഇതിൽ കോൺഗ്രസിൻ്റെയും BJP-യുടെയും മുതിർന്ന നേതാക്കൾ പോലും ബന്ധമുണ്ട് ഈ തട്ടിപ്പിൽ എന്നുള്ളതാണ് ഈ തട്ടിപ്പുകാരനുമായുള്ള ബന്ധം അടക്കമുള്ളവ പുറത്തെത്തുമ്പോൾ പറയാനാകുന്നതിൻ്റെ കൊച്ചിയിലെ വിവരങ്ങളാണ്, ഇപ്പോഴത്തെ വിവരങ്ങളാണ് ഉമേഷ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.